ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജ പരപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് പാരലലോഗ്രാമിന്റെ അല്ലെങ്കിൽ സാമാന്തരികത്തിന്റെ ഏരിയ എങ്ങനെയാ കാണാന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കി അല്ലേ. ഏതെങ്കിലും മക്കൾ ആ വീഡിയോ കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വേണം കേട്ടോ ഈ ഒരു വീഡിയോ കാണാൻ. ഓക്കെ, ദെൻ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ എങ്ങനെയാ കാണാന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ എങ്ങനെയായിരിക്കും ഏരിയ കാണുക? നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഏതെങ്കിലും മക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ നോട്ട്സ് വേണ്ടേ? അപ്പൊ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം. അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും റെഡി ആയിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ദെൻ റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരിക അല്ലെ, ഇതെങ്ങനെയാടാ ഉണ്ടാവുക? സമഭുജ സാമാന്തരികം ഇതിലേവനാ? യെസ്, ഇവൻ ഇതാണ് അല്ലെ സമഭുജ സാമാന്തരികം. അതായത് എല്ലാ വശങ്ങളും എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത്. ഇതിപ്പോ എല്ലാ സൈഡ്സും 5 5 5 5 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഇതൊരു സമഭുജ സാമാന്തരികമാണ് അല്ലെ. സമഭുജ സാമാന്തരികമാണ്, റോംബസ് ആണ്. അങ്ങനെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയാ? സമഭുജ സാമാന്തരികം. ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെയാടാ കാണുക? എങ്ങനെയാ കാണുക? സിമ്പിൾ ആണ്. നമ്മൾ ഇതിന് 2 ഡയഗണൽസ് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു, ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു. ഒന്നാമത്തെ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് D1 ആണ്, രണ്ടാമത്തെ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് D2 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് D1 D2 ആയിരിക്കും. ഹാഫ് D1 D2 പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. അതായത് ഹാഫ് ഇൻറ്റു ഒന്നാമത്തെ വികരണത്തിന്റെ നീളം ഇൻറ്റു രണ്ടാമത്തെ വികരണത്തിന്റെ നീളം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ അല്ലെ. അപ്പൊ ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. എന്താണ്? ഹാഫ് D1 D2 ആണ് എന്ത്? നമ്മളുടെ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സമഭുജ സാമാന്തരികത്തിന്റെ ഒരു ഉദാഹരണമാണ് ആര്? നമ്മളുടെ സമചതുരം എന്ന് പറയുന്നത്. നോക്ക്, ഇവിടെയുള്ള ഈ സമചതുരം എന്ന് പറയുന്നത് എന്താണ്? സമഭുജ സാമാന്തരികത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ബിക്കോസ് എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ദെൻ നമ്മളുടെ ഡയഗണൽ എടുത്തു നോക്കിയാൽ അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന്മാർ രണ്ടാളും നമ്മളുടെ റോംബസിന് ഒരു എക്സാമ്പിൾ ആണ് ആര്? നമ്മളുടെ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റോംബസിന് ഒരു എക്സാമ്പിൾ ആണ്. സിമ്പിൾ കാര്യം. അങ്ങനെയെങ്കിൽ ഇതിന്റെ പരപ്പളവ് എങ്ങനെയായിരിക്കും കാണുക? ഇതിന്റെ ഏരിയ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിന്റെ ഏരിയ നമ്മൾ പണ്ട് കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? വശം ഇൻറ്റു വശം, സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ ഇതിന്റെ ഏരിയ കിട്ടും അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ ഡയഗണലിന്റെ നീളം വെച്ച് ഇതിന്റെ ഏരിയ കാണാണ്. എങ്ങനെയാണെന്നറിയോ? ഇതാ, ഒന്നാമത്തെ ഡയഗണലിന്റെ നീളം D1, രണ്ടാമത്തെ ഡയഗണലിന്റെ നീളം D2 എന്ന് എടുക്കുക. പക്ഷെ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, സമചതുരം ഇതൊരു സമചതുരാണ് അല്ലെ, സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഡയഗണലിന്റെ പ്രത്യേകത എന്താണ്? ഡയഗണൽ രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ. ഡയഗണൽസ് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ D1 D2 എന്ന് എടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ഡയഗണലിന്റെ നീളം D ആണെങ്കിൽ രണ്ടാമത്തെ ഡയഗണലിന്റെ നീളം എന്താണ്? D തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? നമുക്കറിയാം സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു D ആണ് അല്ലെ. ഒന്നാമത്തെ ഡയഗണലിന്റെ നീളം ഇൻറ്റു രണ്ടാമത്തെ ഡയഗണലിന്റെ നീളം. അതായത് എന്ത് വരും? ഹാഫ് D D സ്ക്വയർ അല്ലെ. സോ നമ്മളുടെ സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ഹാഫ് D സ്ക്വയർ. D എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ്. ഓക്കെ, വികരണമാണ്. സിമ്പിൾ കാര്യല്ലേ. അപ്പൊ ഈ 2 ഇക്വേഷനും മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നല്ലോണം ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ്? നമ്മളുടെ റോംബസിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് D1 D2 ആണ്. നമ്മളുടെ സമചതുരം സ്ക്വയർ റോംബസിന് ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് D സ്ക്വയർ ആണ്. സിമ്പിൾ കാര്യല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The area of a rhombus is 216 square centimeter and the length of one of its diagonal is 24 centimeter. Compute the following measurement of this rhombus.
അതായത് ഒരു സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ് 216 ചതുരശ്ര സെന്റിമീറ്ററും ഒരു വികരണത്തിന്റെ നീളം വികരണം 24 സെന്റിമീറ്ററുമാണ്. അതിന്റെ ചുവടെ പറയുന്ന അളവുകൾ കണക്കാക്കുക. രണ്ടാമത്തെ വികരണത്തിന്റെ നീളം, വശത്തിന്റെ നീളം, ചുറ്റളവ്, സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം. അതായത് എന്താണ്, നമ്മളുടെ ഏതോ ഒരു റോംബസ് ഉണ്ട്, അതിന്റെ ഏരിയ 216 ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഏരിയ 216 ആണ്. ആൻഡ് ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 24 സെന്റിമീറ്റർ. അതായത് ഒരു വികരണത്തിന്റെ നീളം 24 ആണ്. ഓക്കെ, അതായത് വെറുതെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ ഒരു സമഭുജ സാമാന്തരിക ഉണ്ട്, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 216 ആണ്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 216 ആണ്. ഇതിൽ ഒരു ഡയഗണലിന്റെ നീളം എന്താടാ, ഇതിൽ ഒരു ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്, 24 ആണ്. ഓക്കെ, 24 ആണ് ഒരു ഡയഗണലിന്റെ നീളം. രണ്ടാമത്തെ ഡയഗണൽ നോക്ക്, ഇവിടുന്ന് രണ്ടാമത് വേറൊരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ നീളം എത്രയെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്, ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ഡയഗണൽ. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈസ് ഈക്വൽ ടു, പുതിയൊരു പേജിലേക്ക്. ഓക്കെ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് d1 d2 ആണ്. ഹാഫ് ഇൻറ്റു ഒരു ഡയഗണൽ ഇൻറ്റു അടുത്ത ഡയഗണൽ. ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 216 ആണ് അല്ലെ. 216 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒരു ഡയഗണൽ എത്രയാണ്, 24 ആണ്. 24 ഇൻറ്റു അടുത്ത ഡയഗണൽ, അതായത് എന്ത് വരും, 24/2 12 d2 അല്ലേ. 216 ഈസ് ഈക്വൽ ടു 12 d2 ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞ എന്താണ്, രണ്ടാമത്തെ ഡയഗണലിന്റെ നീളം കാണാൻ പറഞ്ഞത്. അതായത് d2 ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. എന്താണ്, d2 ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. സിമ്പിൾ കാര്യല്ലേ, എന്ത് ചെയ്താൽ മതി, ഈ 12 അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് 216/12 ആയിരിക്കും എന്ത്, d2 എന്ന് പറയുന്നത് അല്ലെ. 216/12. ഇനി നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്ക്, 216 12 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക, ഇവിടെ ഒരു 12 ഉണ്ടാവും. 12 8 9 96 എത്ര 12 ഉണ്ടടാ, 96 എന്ന് പറയുമ്പം 8 8 2 16 16 6 1 ശിഷ്ടം 8 1 8 9 96. യെസ്, എത്രയാണ് ആൻസർ, 18 ആയിരിക്കും d2 എന്ന് പറയുന്നത്. എത്രയാണ്, 18 ആണ് d2 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ആൻസർ എത്രയാണ്, 18 ആണ്. സിമ്പിൾ കാര്യല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നോക്ക്, ലെങ്ത് ഓഫ് ദ സൈഡ്. ഇതിന്റെ സൈഡ് എത്രയാന്നുള്ളതാണ് അടുത്ത നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും ഇതിന്റെ സൈഡ്, നിങ്ങളൊന്ന് നോക്ക്. ഈ ഡയഗണൽ 24 ആണ്, അടുത്ത ഡയഗണൽ നമ്മൾ എത്ര പറഞ്ഞു, 18 ആണെന്നും പറഞ്ഞു. യെസ്, 18 ആണെന്നും പറഞ്ഞു. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, ഈ ഡയഗണൽസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലേ. നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോംബസിന്റെ ഡയഗണൽസ് എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ. എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും എന്ത്, നമ്മളുടെ റോംബസിന്റെ ഡയഗണൽ, ലംബ സമഭാജികളായിരിക്കും അല്ലെ. ദെൻ ഇത് 18 ആണെങ്കിൽ ഈ മൊത്തം ഡയഗണലിന്റെ നീളം ഇവിടുന്ന് മുതൽ ഇവിടം വരെ 18 ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വലിയ ഡയഗണൽ വന്നിട്ട് ഇതിനെ 2 കഷ്ണാക്കുന്നുണ്ട്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു കഷ്ണവും ഇവിടുന്ന് ഇവിടം വരെയുള്ള കഷ്ണവും. ഇതെങ്ങനെയാണ് മുറിക്കുന്നത്, സമഭാഗങ്ങളായിട്ടാണ് മുറിക്കുന്നത്. അതായത് 9 9 എന്ന് പറഞ്ഞിട്ടാണ് മുറിക്കുക. ഓക്കെ, ഇനി ഇത് 24 ആണെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്നു, ഈ ചെറിയ ഡയഗണൽ വന്നിട്ട് 2 ആയിട്ട് മുറിക്കുന്നു. എങ്ങനെയാ മുറിക്കുക, 12 12 തുല്യ ഭാഗങ്ങളായിട്ടാണ് മുറിക്കുക. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇതിന്റെ സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഇത് കാണുകയാണെന്ന് വെച്ചു, ഈ സൈഡ് കാണുകയാണെന്ന് വെച്ചു. അങ്ങനെയെങ്കിൽ നോക്ക്, ഇവിടെ ഉള്ള ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്യാം. ഇതെന്തായിരിക്കും, ഒരു മട്ടത്രികോണായിരിക്കും അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഇതൊരു ലംബ സമഭാജികളാണ്. ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ സമഭാഗം ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഇടയിലുള്ള കോണുകൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്, നമുക്ക് ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഒരു മട്ടത്രികോണായിരിക്കും അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറയാൻ പറ്റും. റൈറ്റ് ട്രയാങ്കിളിന്റെ 2 ലംബവശങ്ങൾ നോക്ക്, നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ 2 ലംബവശങ്ങൾ നമുക്കറിയാം എത്രയൊക്കെയാണ്, ഒന്ന് 12 ആണ്, 9 ആണ്. ഈ വശം എത്രയായിരിക്കും, നമുക്ക് കാണാൻ കഴിയില്ലേ, √12ന്റെ സ്ക്വയർ പ്ലസ് 9ന്റെ സ്ക്വയർ ആയിരിക്കും. അതായത് √144 പ്ലസ് എത്രയാണ്, 81 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √, എന്തായിരിക്കും,
1ഉം 4ഉം 5ആണ്, 8ഉം 4ഉം 12, 2 1 225. അതായത് എത്രയായിരിക്കും? 15 ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത്. ഈ സൈഡ് 15. അങ്ങനെയെങ്കിൽ എല്ലാ സൈഡ്സും എന്തായിരിക്കും? 15 തന്നെയായിരിക്കും അല്ലെ? 15 തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ആൻസർ എത്രയാണ്? 15. ഇനി നമ്മളോട് ചോദിക്കുക അടുത്തത് പെരിമീറ്റർ എന്താന്ന്, ചുറ്റളവ് എന്താന്ന്. ചുറ്റളവ് എന്താടാ? 4 സൈഡ്സ് കൂടി കൂട്ടിയതാണ് അല്ലെ ചുറ്റളവ്. അതായത് 15 + 15 + 15 + 15, അതായത് 4 × 15 ആയിരിക്കും അല്ലെ. 4 × 15 എന്ന് പറയുമ്പോൾ 60 അല്ലെ. 2 × 15 30, 4 × 15 എന്ന് പറയുമ്പോൾ 60. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ്. അതായത് ഇവിടെ നോക്ക്, ഇവിടെ ഒരു ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണേ. ഇതാ നോക്ക്, ഇവനെ ഞാൻ നോക്ക് ഇങ്ങോട്ട് എടുത്ത് വരച്ചു. ഇതിന്റെ 2 സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാ ചോദിച്ചത്. നോക്ക്, ഈ ഒരു ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ 2 എണ്ണത്തിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയായിരിക്കും കാണുക? നോക്ക്, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മക്കൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ, റോംബസ് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ എങ്ങനെയായിരിക്കും ഇതിന്റെ ഹൈറ്റ് കാണുക? റോംബസ് എന്ന് പറഞ്ഞാൽ, സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഒരു സാമാന്തരികം തന്നെയല്ലേടാ. സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാകുമ്പം അതൊരു സമഭുജ സാമാന്തരികമായി അല്ലെ. അപ്പൊ സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമാന്തരികം തന്നെയാണ് അല്ലെ, പാരലലോഗ്രാം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഏരിയ കാണാൻ വേണമെങ്കിൽ നമുക്ക് പാരലലോഗ്രാമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, 2 ഇക്വേഷനും യൂസ് ചെയ്യാം. പാരലോഗ്രാമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ഏരിയ കാണാം. അതുപോലെ റോംബസിന് മാത്രമായിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പാരലലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു BH ആണ് അല്ലെ, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളതാണ് ഏരിയ 216 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ്. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനാണ് അല്ലെ. ഇവൻ എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ഇവനായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ബേസ് ചെയ്തെടുത്തു. ബേസിന്റെ നീളം എത്രയാണ്? 15 അല്ലെ. അപ്പൊ 15 ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, ശരിക്കും നമ്മളോട് ആരാ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? ഈ ഹൈറ്റ് അല്ലേ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് 216/15 ആയിരിക്കും എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. 216/15 ചെയ്ത് നോക്ക്. സിമ്പിൾ. 216/15 നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 15 അല്ലെ, 15 ഉണ്ട്. അപ്പൊ ഒരു 15 എന്ന് പറയും 15ഉം 6, 66. 66 എത്ര 15 ഉണ്ട്? 66 എന്ന് പറയുന്നത് 66 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 15 ഉണ്ട് അല്ലെ. 4 15 എന്ന് പറയുമ്പോൾ 60 6 ശിഷ്ടം. ദെൻ ഇവിടെ പോയിന്റ് ഇടുന്നു, ഇവിടെ 0 ഇടുന്നു, ഇവിടെ 4 അല്ലെ. 14.4 ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 14.4. സിമ്പിൾ കാര്യല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോംബസ് എന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. അപ്പൊ അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ റെഡിയാണ്, സെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പാട്ടും പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ആ പാട്ടിലും ഇങ്ങനെ തന്നെ വന്നിട്ട് അടിപൊളിയായിട്ട് ക്ലാസ് കേൾക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.